വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ യൂഷ്വൽ പരിപാടി കുക്കിങ്ങിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കുവാട്ടാ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്റ്റിയുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് മേടിക്കണം ആൾക്ക്. ഞാൻ ബാനർജി റോഡിലുള്ള ഹൈ റേഞ്ച് ഫ്ലോറയിലാണ് പോയത്. ലൈറ്റ് പിങ്ക് ആണ് ആളുടെ ഫേവറേറ്റ് കളർ. അപ്പം ഞാൻ യൂസ്റ്റോമയുടെ ലൈറ്റ് പിങ്ക് ഫ്ലവറാണ് മേടിച്ചത്. സാധാരണ എനിക്ക് ബൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഹൈ റേഞ്ച് ഫ്ലോറയിലാണ് വരുന്നത്, ഞങ്ങളുടെ അടുത്തായത് കാരണം. ഈ വീട് ഞങ്ങളുടെ ഈസ്റ്റർ സെലിബ്രേഷന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ലൂന ഭയങ്കര ക്യൂട്ടാണല്ലോ, മുത്തൂടെ പോലെ അല്ലോട്ടെ ഇത്. ക്രിസ്റ്റി എവിടേക്ക് പോകാനുള്ള? നമുക്ക് ലുലുവിൽ പോവാം, പിന്നെ ഗ്ലാഡയിൽ പോവാം. സാരി സൽവാർ എന്തെങ്കിലും നോക്കാം. സാധാരണ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും ഷോപ്പിങ്ങിന് പോവാറ്. അപ്പോൾ ഇന്ന് ആദ്യം പോയത് ഫാബ് ഇന്ത്യയിലാണ്. ഒരാൾ അഭിപ്രായം പറയാൻ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞങ്ങൾ സാരി സെക്ഷനിലാണ് പോയത് കേട്ടോ. ഫാബ് ഇന്ത്യയിൽ ഞങ്ങൾ കോട്ടണിലും കോട്ടയിലും ആൻഡ് നമ്മുടെ സിൽക്കിലും ഉള്ള സാരീസ് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ആദ്യം കോട്ട സാരീസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ. ഞാൻ ഈ അടുത്തൊന്നും ഇത്രയധികം കളക്ഷൻ അവിടെ കണ്ടിട്ടില്ല കോട്ടയിൽ. സോറി, ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞങ്ങൾ പനമ്പള്ളി നഗറിലെ ഫാബ് ഇന്ത്യയിലാട്ടോ പോയത്. ദേ ഇപ്പോൾ ക്രിസ്റ്റി ട്രൈ ചെയ്യുന്നതാണ് കോട്ടയിലുള്ള കളേഴ്സ്. ഒരുമാതിരി എല്ലാ കളേഴ്സും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മൂന്നെണ്ണമായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഈ ഡീപ്പ് റെഡിലുള്ള ഷോളും പിന്നെ ഡാർക്ക് മെറൂണിലുള്ള ഷോളും. രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാരി ഇതുപോലെ ഉണ്ടോയെന്ന് ചോദിച്ചു, ബട്ട് അതുപോലത്തെ സാരി അവർക്ക് ഉണ്ടായിരുന്നില്ല, ഷോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വേണ്ട, ഫ്ലോയി ടൈപ്പ് അല്ല വേണ്ടേ? പിന്നെ ഓഗൻസയിലുള്ള ഒരു ലൈറ്റ് ഓറഞ്ച് കളർ സാരി നല്ലായിരുന്നു. ബട്ട് ഓഗൻസ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി പാടാണ്. ബട്ട് ഓഗൻസ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഡാർക്ക് ബ്ലൂ കളർ സാരിയും ഭയങ്കര നല്ലായിരുന്നു. നല്ലൊരു ബ്ലാക്ക് ബ്ലൗസ് അല്ലെങ്കിൽ ഗോൾഡ് ബ്ലൗസൊക്കെ ആയിട്ട് പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് അവരുടെ കുറേ ജ്വല്ലറി ഒന്ന് ട്രൈ ചെയ്തു. മാലയും ഉണ്ട്, ഇയറിങ്സും ഉണ്ട്. ആദ്യം കുറച്ച് ഇയറിങ്സാണ് ട്രൈ ചെയ്തത്. സിൽവറിലുള്ളതായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നു ഈ പ്രാവശ്യം. ഈ മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 3 ലെയറിലുള്ള റെഡ് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള മാല. ഇത് സെറ്റ് മുണ്ടിൻ്റെ കൂടെയും അതേ വെസ്റ്റേൺ ക്ലോത്ത്സിൻ്റെ കൂടെയും നന്നായിട്ട് പോകും. ഇതേ ഇപ്പോൾ ക്രിസ്റ്റിയും ഞാനൊക്കെ ട്രൈ ചെയ്യുന്നത് ഷോളുകളാട്ടോ. ഷോളിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ അവർക്കുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. നല്ലൊരു സ്ലിം ഫിറ്റ് സൽവാറൊക്കെ ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ല. ഈവൻ നമ്മുടെ ഏജിന് മാത്രമല്ല, മന്നനെ പോലത്തെ ആൾക്കാർക്കും അടിപൊളിയായിരിക്കും. എനിക്ക് ആക്ച്വലി ഷോളുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ക്രിസ്റ്റി ട്രൈ ചെയ്യുന്ന പിങ്ക് ചെക്സും അതെ, ഞാൻ ട്രൈ ചെയ്ത ബ്ലൂവും ഓറഞ്ച്, അങ്ങനെ കുറേ കളേഴ്സിലുണ്ട്. ഇപ്പോൾ ഫങ്ഷൻസിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഷോളുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, സൽവാറിന് പെയർ ചെയ്യാൻ ഷോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ, പനമ്പള്ളി നഗറിലെ ഫാബ് ഇന്ത്യ. പിന്നെ കാഷ്വൽ പ്രിൻറ്റഡ് കുർത്തീസ്, അതും ഇവിടെ ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ സമ്മർ ആയതുകൊണ്ടായിരിക്കും. നെക്സ്റ്റ് നല്ല വലിയ ജ്വല്ലറീസ്.
പിന്നെ ലെതർ ബാഗ്സും പല ഷെയ്ഡ്സിലുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ട്രൈ ചെയ്യുന്ന 2-3 കളേഴ്സ് ഉണ്ട്. ഈ കുട്ടിയുടുപ്പ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മന്നേനെ ഓർമ്മ വന്നു. ഞാൻ പണ്ട് മന്നയ്ക്കുള്ള ഡ്രസ്സസൊക്കെ ഇവിടെ നിന്ന് മേടിക്കുമായിരുന്നു. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട് ക്രോക്കറീസ്. ഫാബിൻ്റെയുടെ ക്രോക്കറീസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുമാതിരി എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല കേട്ടോ. ഈ പ്രാവശ്യം ക്രിസ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്നും ഞാൻ വാങ്ങിച്ചില്ല, എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പനമ്പള്ളി നഗറിലെ ഫാബിൻ്റെ മറക്കണ്ട. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സോപ്പ് ഫാബിൻ്റെയുടെ സോപ്പും ഞാൻ ഇതുപോലെ ഇടയ്ക്ക് മേടിക്കും. ജോർജിക്കുട്ടനും ഇവിടുത്തെ സോപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ഒരെണ്ണം മേടിച്ചു അവന് വേണ്ടി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് നമ്മുടെ രാജാജി റോഡിലുള്ള ഹരിയാനന്ദിൻ്റെ ഷോപ്പ് ഗ്ലാഡ. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ വീക്ക്ലി വൺസെങ്കിലും വിസിറ്റ് ചെയ്യും. ബിക്കോസ് എൻ്റെ സാരി കൂടുതലും റണ്ണിങ് മെറ്റീരിയൽസാണ് ഇവിടെ നിന്ന് മുറിച്ചെടുക്കുന്നത്. ക്രിസ്റ്റി ഇപ്പോൾ ട്രൈ ചെയ്യുന്ന ഈ മെറൂൺ ക്രഷ്ഡ് മെറ്റീരിയൽ നമുക്ക് സാരി ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് ഇതിൻ്റെ ഡാർക്ക് ഗ്രീൻ ഉണ്ടായിരുന്നു പണ്ട്. ബട്ട് ഈ ലൈറ്റിൽ നിങ്ങൾക്ക് ഈ സാരിയുടെ ഭംഗി അറിയണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് പാർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. നെക്സ്റ്റ് ഞങ്ങളൊരു നമ്മുടെ ജോർജറ്റിലുള്ള പോൾക്ക ഡോട്ട്സിലുള്ള സാരിയാണ് ട്രൈ ചെയ്തത്. ഓറഞ്ചിൽ പിങ്ക് ഡോട്ട്സ് ആണ് തോന്നുന്നത്. ഈ മെറ്റീരിയലിൻ്റെ കളറും ഫോളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് ഡോട്ട്സ് എനിക്ക് എന്തോ ഇപ്പോൾ കുറച്ച് മതിയായ പോലെ. ബട്ട് ഫോള് ഭയങ്കര നല്ല കേട്ടോ ഈ മെറ്റീരിയലിൻ്റെ. നെക്സ്റ്റ് ഒരു ഡീപ്പ് ഓറഞ്ചിൽ വൈറ്റ് ബത്തീക് പ്രിൻ്റ് എന്നാണ് തോന്നുന്നത് ഇത് പറയുന്നത്. പ്രിൻറ്റ് ചെയ്ത സാരി. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സീക്വൻസ് വൈറ്റ് ബ്ലൗസൊക്കെ ആയിട്ട് നല്ലതായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് സീക്വൻസിലുള്ള ഈ പ്രിൻറ്റഡ് മെറ്റീരിയലാണ്. സാരിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് മെറ്റീരിയൽ അത്രയും ഉണ്ടായിരുന്നില്ല സാരിക്കുള്ള. പിന്നെ ഞങ്ങൾ 2-3 പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ട്രൈ ചെയ്തു സാരി ആയിട്ട് തന്നെ എടുക്കാനായിട്ട്. ഞാൻ നമ്മുടെ ആനിമൽ പ്രിൻറ്റ് വേണോ, ഇപ്പോൾ ക്രിസ്റ്റി ട്രൈ ചെയ്യുന്ന പ്രിൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏതെങ്കിലും വേണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചു. ഇവിടെ സാരിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പ്യുവർ സിൽക്കിലുള്ള സാരിക്ക് മാത്രമല്ല കഫ്താനും പ്യുവർ സിൽക്കിലുള്ള മെറ്റീരിയലും അവൈലബിൾ ആട്ടോ. ഇത് ഇപ്പോൾ ക്രിസ്റ്റി ട്രൈ ചെയ്യുന്ന ഈ ടർക്കോയ്സ് ബ്ലൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുരിദാർ ഇടാൻ തീരുമാനിച്ച ആൾക്കാർ ചിലപ്പോൾ സാരിയിലോട്ട് മാറിപ്പോകട്ടോ. അത്രയും മെറ്റീരിയൽ ഉണ്ട് ഇവിടെ നമുക്ക് സാരിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ. ഞാൻ ടർക്കോയ്സ് ബ്ലൂ നമ്മുടെ പ്യുവർ സിൽക്കൊക്കെ സജസ്റ്റ് ചെയ്താലും ക്രിസ്റ്റിക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് പിങ്കിലോട്ട് തന്നെ പോയി. ഈ ലൈറ്റ് പിങ്ക് നമ്മുടെ ഗോൾഡ് കളർ പ്രിൻ്റുള്ള സാരിയാണ് എടുത്തത്. സാരിയല്ല മെറ്റീരിയലാണ് എടുത്തത്. എപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നത്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള കളേഴ്സായിട്ടേ നമുക്ക് പറ്റുള്ളൂ. നെക്സ്റ്റ് ഇന്ത്യൻ ക്രിസ്റ്റിയുടെ സ്ഥിരം പണിയാട്ട നമ്മുടെ ലുലുവിലെ ബാക്കിലെ ലിപ്സ്റ്റിക് ട്രയൽ. ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ബ്ലൂ ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്യുന്നോർത്തു. ഞാനിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ബട്ട് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ വീഡിയോയിൽ. ഈ ബ്ലൂ ഒക്കെ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ ഈ ഫാഷൻ ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പക്ഷേ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. ബട്ട് സാറ് ഇതൊരു ഡീപ്പ് മെറൂണായിട്ട് മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ പോലത്തെ ഒരു കളറ് കിട്ടി.
കുറേ കൂടെ നീറ്റായിട്ട് ഈ ബ്ലൂ ഷെയ്ഡ് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഞാനിത് വാങ്ങിച്ചു വെക്കും ജിജോനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട്. പിന്നെ ഇവിടെ ബ്രൗൺസിൽ കുറേ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൗണിൻ്റെ ഡീപ്പ് ബ്രൗണിൻ്റെ ഷെയ്ഡ്സ് വേണമെങ്കിൽ ലുലുവിലെ മാക്കിൽ വിസിറ്റ് ചെയ്യാം. ഇതേ ഇപ്പോൾ ക്രിസ്റ്റി ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന അവരുടെ ബ്രൗൺസിൻ്റെ ഷെയ്ഡ്സ് ആണ്. മാക്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോകും. കാര്യം ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാനായിട്ടാണ് വന്നെങ്കിലും നമ്മുടെ ഇപ്പോൾ ട്രൈ ചെയ്യുന്ന ബ്ലഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ ബ്ലഷ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടിപൊളിയായിരുന്നു. താങ്ക് യു ബൈ ടേക്ക് കെയർ ബൈ. ഇവിടെ നിർത്തട്ടെ.